ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ഹോളിഡേയ്സിന് ഇവിടെ കളമശ്ശേരിയിലുള്ള ചിൽഡ്രൻസ് സയൻസ് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചുവിന് ഇതിനൊക്കെ കുറേ ദിവസമായി പാർക്കിലൊക്കെ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവരെ കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടെ പ്രവേശന ഫീസ് എൻട്രി ഫീ വരുന്നത് 20 രൂപയാണ്. പുറത്തും കുറേ ഷോപ്സൊക്കെ ഉണ്ട്. നമുക്ക് ഐസ്ക്രീം, കപ്പലിൻ്റെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്ന കുറേ ഷോപ്സൊക്കെ ഉണ്ട്. 3D തിയേറ്ററും ഉണ്ട് അവിടെ. അതിന് പിന്നെ എക്സ്ട്രാ ഫീസ് അവിടെ എടുക്കുന്നുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ നിറയെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഡാർക്കായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് നല്ല വൃത്തിയുള്ള പാർക്കാണ്. കാരണം കുട്ടികൾക്കും കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് അവിടെ. ഒരു ലക്ഷ്യത്തിനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. രണ്ടുപേരും ഇതുപോലെ ഹോളിഡേയ്സ് ആകുമ്പോഴാണ് കളിക്കാനുള്ള ഇതുപോലെ പാർക്കിലേക്ക് വല്ലപ്പോഴൊക്കെയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. ലച്ചുനീരൊക്കെ ഇങ്ങനെ കുറേ നാൾ ശേഷം അതുപോലെ ഇങ്ങനെ ഒരുമിച്ചൊന്ന് പാർക്കിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ രണ്ടുപേരും ഓരോന്നിൻ്റെ മുകളിൽ കയറുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരാൾ ഒരെണ്ണത്തുമ്പോൾ കയറുമ്പോൾ മറ്റാൾ വേറെ സ്ഥലത്തേക്ക് വിടും. അങ്ങനെ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അവർക്ക്. അതുപോലെ തന്നെ നമ്മളാണെച്ചാലും ഇത് കാണുമ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാടാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം കുട്ടികളും ഉള്ള കാരണം പിന്നെ അതൊന്നും ഒഴിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതൊക്കെ കുട്ടികളുടെ കളികളൊക്കെ കണ്ടുനിൽക്കാന്നുള്ളത് നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. പിന്നെ കുറച്ചൊന്ന് ഡാർക്കായി തുടങ്ങി. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാരണം കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. എന്തായാലും അവർ നന്നായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ അവർക്ക് പറ്റി. ഞാനൊരു 7 o'clock ഒക്കെ ആയപ്പോൾ പിന്നെ അവിടെ മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കാണാനായിട്ട് പോയി. അത് എല്ലാ ദിവസവും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ പോയ അന്ന് ഞങ്ങൾ സാറ്റർഡേ ആയിരുന്നു പോയത്. അപ്പോൾ സാറ്റർഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ പാട്ടിൻ്റെ അനുസരിച്ചിട്ട് വെള്ളം ഇതുപോലെ ഇങ്ങനെ പല ഷേപ്പിലിങ്ങനെ പോകും. ഇത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പാട്ടൊക്കെ വെച്ചപ്പോൾ കുട്ടികളൊക്കെ നല്ല ഡാൻസൊക്കെ തുടങ്ങി. കുറേ കുട്ടികളോട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു വൈകുന്നേരമായിരുന്നു. അപ്പോൾ കുട്ടികളും എല്ലാവരും കൂട്ടും ഇങ്ങനെ ഇതുപോലെയൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലു മോളിലേക്കാണ് പോയത്. അവിടെ എടപ്പള്ളിയുള്ള ലുലു മോൾ. അപ്പോൾ അവിടെ വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. അങ്ങനെ ലുലു മോളിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറേ ക്രിസ്മസ് ട്രീ അടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഫിഗോ അവിടെ അതിൻ്റെ കൂടൊക്കെ കടിച്ച് പൊട്ടിക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ അതിനെങ്ങനെ ഇടയ്ക്കൊന്ന് ടെറസിൻ്റെ മുകളിൽ കുറച്ച് സമയമൊക്കെ ഒന്ന് ഓടി നടക്കാനായിട്ട് വിടാറുണ്ട്. അപ്പോൾ അതുപോലെ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. കൂടൊക്കെ അടിച്ച് പൊട്ടിക്കാൻ നോക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു കൊച്ചു വീഡിയോ ആണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. No, you sit in the flower bed.